സിക്സ്ത് മോഡൽ എന്ന് പറയുന്നത് CST എലിമെൻറ്റ്സ് ആൻഡ് ഐസോപാരാമെട്രിക് ഫോർമുലേഷൻ ആണ്. CST എലിമെൻറ്റ് മീൻസ് നമ്മൾ ഇതിൻ്റെ ഫിഫ്ത്ത് മോഡലിലെ സ്റ്റാർട്ടിങ്ങിൽ ടൈപ്സ് ഓഫ് എലിമെൻറ്റ്സ് പഠിച്ചപ്പം കണ്ടിരുന്നു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ എല്ലാം 1 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തു നോക്കിയിരുന്നത്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ 2 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആണ്. ദാറ്റ് മീൻസ് നേരത്തെ നമ്മൾ ഒരു എലിമെൻറ്റ് കൺസിഡർ ചെയ്തു വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 നോഡ്സ്. ഈ ഓരോ നോഡിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നോഡിന് നെയിംസ് കൊടുത്തു. ഓരോ നോഡിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഒരു ഡയറക്ഷനിൽ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, U1 U2 ഒക്കെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓരോ നോഡിനും 2 ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് X ഡയറക്ഷനിലും Y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. 2 ഡയമെൻഷണൽ എലിമെൻറ്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രയാങ്കുലർ എലിമെൻറ്റ്സ് ആണ്. അതിൽ റെക്റ്റാങ്കുലർ എലിമെൻറ്റ്സും ക്വാഡ്രിലാറ്ററൽ എലിമെൻറ്റ്സും പാരലോഗ്രാം എലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ട്രയാങ്കുലർ എലിമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു പ്ലെയിൻ ഏരിയയും നമ്മൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ട്രയാങ്കിൾസിലും ബേസിക്കലി 3 നോഡ്സ് ഉണ്ടാവും, 1 2 3. അതിനെ നമ്മൾ CST കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻ്റ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ട്രയാങ്കുലർ എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ്, പിന്നെ ഒന്ന് ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ്. രണ്ടിൻ്റെയും എലിമെൻറ്റ് ഷേപ്പ് ട്രയാങ്കിൾ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എലിമെൻറ്റിൽ 3 നോഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ട്രയാങ്കിളുടെ 3 കോർണേഴ്സും ആയിരിക്കും ഓരോ നോഡ്. എന്ന് വെച്ചാൽ നോഡ് 1, നോഡ് 2, നോഡ് 3. അപ്പോൾ ഈ കാണുന്ന മൊത്തം ട്രയാങ്കിളാണ് ഒരു എലിമെൻറ്റ് നമ്പർ 1. ദിസ് എലിമെൻറ്റ് നമ്പർ 1 കൺസിസ്റ്റ് ഓഫ് നോഡ്സ് 1, 2 ആൻഡ് 3. 2 ഡയമെൻഷണൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ഓരോ നോഡിനും 2 ഡയറക്ഷനിൽ, X ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് വിച്ച് ഈസ് U1, Y ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് വിച്ച് ഈസ് V1. അങ്ങനെ ഓരോ നോഡിനും നമുക്ക് കാണാം U2, V2, നോഡ് 3ൽ U3, V3. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം CST കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റിന് 3 നോഡ്സ് ഉണ്ടാവും. ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓരോ നോഡിലും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എക്സിലും വൈയിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ടോട്ടൽ ഓഫ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഫിഗറാണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ ട്രയാങ്കിളുടെ 3 കോർണേഴ്സിൽ ഓരോ നോഡ് ഉണ്ടാവും. കൂടെ ഓരോ എഡ്ജിൻ്റെയും മിഡിൽ പോയിന്റിലും കൂടെ ഒരു നോഡും കൂടെ കൺസിഡർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് 1, നോഡ് 2, നോഡ് 3, ദെൻ വീണ്ടും മിഡിൽ പോയിന്റ്സിൽ നോഡ് 4, നോഡ് 5 ആൻഡ് നോഡ് 6. അപ്പോൾ നമുക്ക് പറയാം LSTയിൽ 6 നോഡ്സ് ഉണ്ടാവും. അതുപോലെ ടോട്ടൽ ഓഫ് 12 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. CSTയിലാണെങ്കിൽ 3 നോഡ്സ്, 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതാണ് LSTയും CSTയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ പോകുന്നത് LST എന്നായിരിക്കും. കാരണം നോഡ്സിൻ്റെ എണ്ണം കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷനൊക്കെ നമ്മൾ ഈ നോഡിലും കൂടെ കാണും. സ്ട്രെസ് കാണാൻ പറഞ്ഞാലും ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞാലും നമ്മൾ ഈ എൻ പോയിൻറ്റ്സിൽ മാത്രമല്ല ഇവിടെയുള്ള നോഡ്സിലും കൂടെ കാണും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ് നമ്മുടെ CSTയേക്കാളും. അപ്പോൾ CST കുറച്ചുകൂടെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവൽ കാൽക്കുലേഷൻസിലൊക്കെ CST കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ കാൽക്കുലേഷൻസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ് LST ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മുഴുവൻ CST എലിമെൻറ്റ് വെച്ചിട്ടായിരിക്കും. കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ്, 3 നോഡ്, 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ പണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്, U1, U2, U3. ഇവിടെ ഇപ്പം X ഡയറക്ഷനിൽ മാത്രമല്ല Y ഡയറക്ഷനിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ U1, U2, U3യുടെ കൂടെ തന്നെ V1, V2, V3 കൂടെ ഉണ്ടാവും. ടോട്ടൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ 6 ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം ഫസ്റ്റ് നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് X ആൻഡ് Y, സെക്കൻഡ് നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് X ആൻഡ് Y, ആൻഡ് തേർഡ് നോഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് X ആൻഡ് Y. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ n വാല്യൂ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ 1 ഡയമെൻഷണൽ എലിമെൻറ്റിൻ്റെ ഷേപ്പ് ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്തിരുന്നു. 1 - x/l, x/l എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ട്രയാങ്കുലർ എലിമെൻറ്റ്, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെൻറ്റ് വിത്ത്
ടു ഡയമെൻഷണൽ പ്രോബ്ലത്തിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് യു ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടായിരുന്നു. രണ്ടിൻ്റെ ഡെറിവേഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആദ്യം നമ്മൾ രണ്ട് നോഡ് മാത്രമായതുകൊണ്ട് തന്നെ A0 പ്ലസ് A1x മാത്രമായിരുന്നു നമ്മൾ 1D പ്രോബ്ലത്തിൽ. ഇവിടെ ഇപ്പോൾ 2D ആയപ്പോൾ അത് A1x പ്ലസ് A2y ടേമും കൂടെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ മെട്രിക്സ് ഫോം നമുക്ക് എഴുതാം യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു A0 A1 A2 കോളം മെട്രിക്സ് ആയിട്ട് എഴുതി. സോ 1xy മീൻസ് A0 പ്ലസ് A1x പ്ലസ് A2y. ഓക്കെ, അത് മൂന്ന് നോഡിൻ്റെയും കൂടെ എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, u1 ഓഫ് എക്സ് വൈ ദാറ്റ് മീൻസ് A0 A1 x1 A2 y1 അങ്ങനെ x2 y2 x3 y3 മൂന്ന് ഇക്വേഷൻസ് കിട്ടും. ഈ മൂന്ന് പേരെയും മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഈക്വൽ ടു A0 A1 A2 കോമൺ ആണ്. സോ A0 A1 A2നെ നമ്മളൊരു കോളം മെട്രിക്സ് ആക്കി ബാക്കി ടേംസ് 1 x1 y1 1 x2 y2 1 x3 y3 ആ മെട്രിക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള എ എന്ന് പറയുന്നത് നമ്മളെ കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻസ് ആണ്. ആ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ A0 A1 A2 ഈക്വൽ ടു കോഎഫിഷ്യൻസ് എന്തെന്ന് കാണുകയാണ്, വിച്ച് ഈസ് A0 A1 A2 U1 U2 U3. ഈ ഒരു മെട്രിക്സ് ഇവിടെ LHSലേക്ക് പോകുമ്പോൾ 1 x1 y1 ആ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുക്കും. ഓക്കെ, സോ നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് ആയിരിക്കും. അഡ്ജോയിൻറ്റ് ഓഫ് മെട്രിക്സ് കാണാൻ അറിയാം, ഓരോ പൊസിഷൻ്റെയും കോഫാക്ടർ വാല്യൂ കണ്ടിട്ട് കോഫാക്ടർ മെട്രിക്സ് ഉണ്ടാക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് കാണുക. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോഎഫിഷ്യന്റ് മെട്രിക്സ് കിട്ടും. ഇവിടെ നമുക്ക് ഡിറ്റർമിനൻ്റ് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഡിറ്റർമിനൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് തൊട്ട് മുന്നിലത്തെ സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ നമ്മളൊരു ട്രയാങ്കുലർ എലിമെൻ്റ് എടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കുലർ എലിമെൻറ്റിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഏരിയ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇവിടെ ഇതിനെ എൻക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്റ്റാങ്കിളിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മീൻസ് ഈ ഒരു എഡ്ജ് ഇൻറ്റു ഈ ഒരു എഡ്ജ്. ഈ എഡ്ജ് എന്ന് പറയുന്നത് വിച്ച് ഈസ് x1 ആൻഡ് x2 ആയിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ എഡ്ജ് എന്ന് പറയുന്നത് x2 മൈനസ് x1 ആയിരിക്കും. ഈ ഒരു എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് y3 മൈനസ് y1 ആയിരിക്കും റെക്റ്റാങ്കിളിൻ്റെ. അങ്ങനെ നമ്മൾ ഏരിയ കണ്ടതിൻ്റെ ശേഷം പിന്നീട് ഈ ഒരു ഇൻഡിവിജ്വൽ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. ആ ഇൻഡിവിജ്വൽ ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ റെക്റ്റാങ്കുലർ എലിമെൻറ്റിൻ്റെ ഏരിയന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കുലർ എലിമെൻറ്റിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനാണിത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് മൂന്ന് പുറത്ത് കിടക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/2 ഇൻറ്റു x1 y2 മൈനസ് x2 y1 പ്ലസ് x2 y3 മൈനസ് x3 y2 പ്ലസ് x3 y1 മൈനസ് x1 y3. സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇയാളുടെ ഡിറ്റർമിനൻ്റ് കണ്ടു കഴിഞ്ഞാലും കിട്ടുന്നത്. സിമിലർ ഇക്വേഷൻ. ഏരിയ ഇവിടെ 1/2 ഇൻറ്റു ദിസ് ടേം ആണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ദിസ് ഹോൾ ടേം ആണ്, x1 y2 നോട്ട് 1/2. ദെൻ നമ്മുടെ ഫൈനൽ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ u ഈക്വൽ ടു 1xy ഇൻറ്റു u1 u2 u3 ദെൻ നമ്മുടെ ഫൈനൽ കോഎഫിഷ്യന്റ് ടേം. ഓക്കെ, നമ്മൾ മുമ്പ് ഷേപ്പ് ഫംഗ്ഷനെ പറ്റി പഠിച്ചപ്പോൾ കണ്ടിരുന്നു. നമുക്കറിയാം u ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 ഈ ഒരു റിലേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇവിടെ നമുക്കത് കാണാം u ഈക്വൽ ടു n ഇൻറ്റു u. ദാറ്റ് മീൻസ് ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ്റെ മെട്രിക്സ്. അങ്ങനെ നമുക്ക് മൂന്ന് വാല്യൂസ് കാണാം. സോ വിച്ച് ഈസ് അവർ n1 വിച്ച് ഈസ് അവർ n2 ആൻഡ് വിച്ച് ഈസ് n3. ആ മൂന്ന് വാല്യൂസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. n1 ഈക്വൽ ടു 1/2 ഇൻറ്റു x2 y3 മൈനസ് x3 y2 എക്സെട്ര. അങ്ങനെ നമുക്ക് ഷേപ്പ് ഫംഗ്ഷൻസ് ഇവിടെ
കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലിമെന്റിന്റെ 2 ഡയമെൻഷണൽ പ്രോബ്ലത്തിലുള്ള ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 1 ഡയമെൻഷനിൽ അത് 1 മൈനസ് എക്സ് ബൈ എല്ലും എക്സ് ബൈ എല്ലും ആയിരുന്നു. 2 ഡയമെൻഷനിൽ CST വരുമ്പോൾ ഇതായിരിക്കും ഷേപ്പ് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്കറിയാം u ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. ഇത് നമ്മൾ എക്സ് ഡയറക്ഷനിൽ മാത്രമേ പറഞ്ഞുള്ളൂ. സെയിം തന്നെ വൈ ഡയറക്ഷനിലും ഉണ്ട്, കാരണം ഇതൊരു 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. സോ നമുക്ക് അത് ഇവിടെയും കാണാം. v ഈക്വൽ ടു n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3 എന്ന് കിട്ടും. അത് രണ്ടിനെയും നമ്മൾ മെട്രിക്സ് ഫോമിലായിട്ട് നൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. ഓക്കെ, സെയിം ഇവിടെ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സിനെ വിത്ത് ഷേപ്പ് ഫംഗ്ഷൻ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അസംബിൾ ചെയ്യുന്നത് u1 v1 u2 v2 u3 v3 അങ്ങനെയായിരുന്നു നമ്മൾ അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ n1 0 n2 0 n3 0 എന്ന് വരും. കാരണം u of xy, that means x ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു നമുക്കറിയാം n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. സോ n1 u1 പ്ലസ് 0 v1, ദാറ്റ് മീൻസ് 0, n2 u2 പ്ലസ് 0 v2, അതും 0, ദെൻ n3 v3, സോ n3 u3 പ്ലസ് 0. അപ്പോൾ നമുക്ക് u of xy കിട്ടും. v of xy നമുക്കറിയാം ദിസ് ടേം ഇൻറ്റു ദിസ് കോളം മെട്രിക്സ് 0 u1 പ്ലസ് n1 v1, ഇത് 0 ആയിരിക്കും, n2 v2 വീണ്ടും 0, n3 v3. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, നമ്മളെ ബി മെട്രിക്സ്. ബി മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, ദാറ്റ് മീൻസ് സ്ട്രെയിൻ എപ്സിലോൺ ഈക്വൽ ടു സംവാട്ട് മെട്രിക്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് നമ്മളെ ബി എന്ന് പറയുന്നത്. എപ്സിലോൺ ഈക്വൽ ടു ബി യു. നമ്മൾ തൊട്ട് മുമ്പിൽ 5th മോഡലിൽ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്ട്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഡോ യു ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനിലാണെങ്കിൽ എക്സ് അങ്ങനെ വരും. ദാറ്റ് മീൻസ് എപ്സിലോൺ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് യു. ഏത് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്, ആ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോർമൽ സ്ട്രെയിൻ എപ്സിലോൺ എക്സ് നമുക്ക് രണ്ട് തരത്തിലും ഉണ്ടാവും. ഷിയറും ഉണ്ടാവും, നോർമലും ഉണ്ടാവും. കാരണം 2 ഡയമെൻഷണൽ പ്രോബ്ലം ആയതുകൊണ്ട് രണ്ട് ഡയറക്ഷനിലേക്ക് നോക്കേണ്ടി വരും. എപ്സിലോൺ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. ഈ യു എന്ന് പറയുന്നത് നമുക്കറിയാം n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3 ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ, നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ആയിരിക്കും. ഓക്കെ, ഇൻ വൈ ഡയറക്ഷൻ വി നമുക്കറിയാം n1 v1 പ്ലസ് n2 v2 പ്ലസ് n3 v3 ആണ്. ഇനി ഷിയർ സ്ട്രെയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്. അപ്പോൾ നമുക്ക് വൈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ ആയിരിക്കും അറിയേണ്ടത്. ഓക്കെ, സോ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്, നേരെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് ടേം. അതിൽ n ആണ് നമുക്കിപ്പം ഇൻ ടേംസ് ഓഫ് എക്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടേം which is equal to u1 is a displacement constant, dou by dou x of n1 plus u2 dou by dou x of n2 plus etc. u3 into dou by dou x of n3 എന്ന് വരും. സെയിം തന്നെ നമുക്ക് ഇൻ y ഡയറക്ഷനിലും കാണാൻ പറ്റും. ദാറ്റ് മീൻസ് v1 into dou by dou y of n1 plus v2 into dou by dou y of n2 plus etc. അങ്ങനെ വരും. ഓക്കെ, ദെൻ നമ്മുടെ ഷിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഷിയർ സ്ട്രെയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ചെയ്യണം. ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. നമുക്ക് യു നമുക്കറിയാം n1 u1 പ്ലസ് n2 u2, വി നമുക്കറിയാം n1 v1 പ്ലസ് n2 v2. രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിലർ, നമ്മൾ ഈ കാണിച്ചേക്കുന്നതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും ഷിയർ സ്ട്രെയിനിലും. ദാറ്റ് മീൻസ് n1 u1 ഡിവൈഡഡ് ബൈ ഡോ y
n2u2 by dou y, n3u3 dou y. നേരെ തിരിച്ചും n1 v1ന് ഡോ എക്സും നമുക്ക് ഷിയർ സ്ട്രെയിനും കിട്ടും. ഈ 3 ഇക്വേഷനും, ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ, അതുപോലെ ഇയാളെ 3 പേരെയും മെട്രിക്സ് ഫോമിൽ നൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ദാറ്റ് മീൻസ് ആദ്യം ഒരു സ്ട്രെയിൻ മെട്രിക്സ് എപ്സിലോൺ മെട്രിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം, ദാറ്റ് മീൻസ് ഡോ യു ബൈ ഡോ എക്സ് ആണ് ഈ കാണുന്നത് മൊത്തം. ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ടേം. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ആണ്. ദെൻ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്, നമ്മുടെ തേർഡ് ഷിയർ സ്ട്രെയിൻ്റെ മെട്രിക്സ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. അപ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആണ് ഈ കാണുന്നത്, വിച്ച് ഈസ് അവർ ബി മെട്രിക്സ്. ഓക്കെ, സോ ബി മെട്രിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം അസംബിൾ ചെയ്തിരിക്കുന്നത് കാണാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം, ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 ഇൻറ്റു u1. ദാറ്റ് മീൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 ഇൻറ്റു u1, ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഡോ ബൈ ഡോ എക്സ് ഓഫ് n2 ഇൻറ്റു u2, ദിസ് വൺ. വീണ്ടും u2 ആണ് വരേണ്ടത്. സോ അടുത്ത v1 ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ടേം നമ്മൾ 0 ആക്കി. ദെൻ നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഡോ ബൈ ഡോ എക്സ് ഓഫ് n2 ഇൻറ്റു u2. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മെട്രിക്സ് ഫോം ചെയ്യാം. ഇനി നമുക്ക് ബി മെട്രിക്സിൻ്റെ എക്സാക്ട് വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഈ എല്ലാ ഷേപ്പ് ഫംഗ്ഷൻ്റെയും ഡിഫറൻഷ്യൽ കാണണം. n1 വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് കാണണം, n2 വിത്ത് റെസ്പെക്ട് ഡോ എക്സ്, n3, അതുപോലെ n1 വിത്ത് റെസ്പെക്ട് ടു y, n2 വിത്ത് റെസ്പെക്ട് ടു y, മൊത്തം ഡിഫറൻഷ്യലും കാണണം. അങ്ങനെ ഓരോ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാം ഇതായിരുന്നു n1ൻ്റെ ഹോൾ ടേം. n1ൻ്റെ ഹോൾ ടേം ഇതായിരുന്നു. അപ്പോൾ ഇതിൽ എക്സ് ടേം ഇല്ല, വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഒരു എക്സ് ടേം ഉണ്ട്, വിച്ച് ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 എന്ന് പറയുന്നത് y2 മൈനസ് y3 ഡിവൈഡഡ് ബൈ 2y ആയിരിക്കും ടേം. അങ്ങനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y കാണണം. ഈ കാണുന്ന മെട്രിക്സിലുള്ള എല്ലാ റിലേഷൻസും കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, ഫോർ എക്സാമ്പിൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് n1 എന്ന് പറയുന്നത് y2 മൈനസ് y3 ബൈ 2a ആയിരിക്കും. ഇവിടെ കാണാം. അങ്ങനെ ഓരോ ടേം ആയിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് n2, ഡോ ബൈ ഡോ എക്സ് ഓഫ് n3, ഹോൾ ടേം മെട്രിക്സിലുള്ള എല്ലാ ടേംസും കണ്ടുപിടിച്ചിട്ട് നേരെ നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എപ്സിലോൺ മെട്രിക്സ് സ്ട്രെയിൻ മെട്രിക്സ് ഈക്വൽ ടു somewhat constant into ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. ആ കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മുടെ ബി എന്ന് വെച്ചാൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ മെട്രിക്സ്. അപ്പോൾ നമുക്ക് പറയാം ബി മെട്രിക്സ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ മെട്രിക്സ് ആണ് ഇവിടെ കാണുന്നത്. 1/2a ഇൻറ്റു y2 മൈനസ് y3, 0 y3 മൈനസ് y1, that term. Okay, which is in the form of epsilon equal to strain equal to b into u. അങ്ങനെ നമ്മൾ ബി മെട്രിക്സ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ മെട്രിക്സ് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഡി മെട്രിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ 1 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ 5th മോഡലിൽ കണ്ട സെയിം കാര്യങ്ങൾ തന്നെ. ബി നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നമ്മൾ ഡി മെട്രിക്സ് എന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ്. റൈറ്റ്, ഇവിടെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ് കാണാൻ പോകുന്നത് അതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ 3 ഡയറക്ഷനിലും എക്സ് വൈ സെഡ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് 2D പ്രോബ്ലം ആണ്. ബട്ട് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ് ഡിറൈവ് ചെയ്യുന്നത് 3 ഡയമെൻഷണൽ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ഡയറക്ഷനിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ കാണും. ദെൻ അതിൽ ആ കിട്ടുന്ന ഒരു ഇക്വേഷൻ നമ്മൾ 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യും. 2Dയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരു ഡയമെൻഷൻ കട്ട് ചെയ്ത് കളയാം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ സെഡ് ആണ് 3rd ഡയമെൻഷൻ എങ്കിൽ സെഡ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2D പ്രോബ്ലത്തിലുള്ള റിലേഷൻ കിട്ടും. ഡയറക്റ്റ് 2D ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ ഒരു 3 ഡയമെൻഷൻ ചെയ്തിട്ട് സെഡ് ടേം കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം അങ്ങനെയാണെങ്കിൽ സെഡ് കൊണ്ടുണ്ടാകുന്ന എല്ലാ കമ്പോണൻസിൻ്റെയും സ്ട്രെസ് ആയാലും സ്ട്രെയിനും അതും കൂടെ നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് നമുക്കറിയാം ഒരു ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എക്സ് ഡയറക്ഷനിൽ ഇവിടെ ഒരു
സ്ട്രെസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഇലോങ്ങേഷൻ ഉണ്ടാവുന്ന വിചാരിക്കുക. അത് നമ്മുടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഇലോങ്ങേഷൻ ആണ്. ഈ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ സ്ട്രെയിൻ ബാക്കി രണ്ട് ഡയമെൻഷനിലും കൂടെ, ദാറ്റ് മീൻസ് ഇതിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ബാക്കി വൈ ഡയറക്ഷനിലുള്ള ലെങ്ത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലുള്ള ലെങ്ത് കൂടെ, അവിടെയും കൂടെ ഒരു നെഗറ്റീവ് സ്ട്രെയിൻ ഉണ്ടാവും. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബാക്കി രണ്ട് സ്ഥലത്തും ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മളതിന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും അതുപോലെ ലാറ്ററൽ സ്ട്രെയിനും ഒക്കെ കണ്ടിരുന്നു. ഓക്കെ, സോ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാറ്ററൽ ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രെയിനും കൂടെ കിട്ടുമായിരുന്നു. അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു, ഒരു പോയ്സൺസ് റേഷ്യോ അല്ലേ, റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, നമ്മൾ റിലേഷനും കൂടെ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ, ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് പോയ്സൺസ് റേഷ്യോ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡയറക്ഷനിലും ഉണ്ടാകുന്ന ടോട്ടൽ സ്ട്രെയിൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എപ്സിലോൺ എക്സ് ഈക്വൽ ടു ഒരു നോർമൽ സ്ട്രെയിൻ ഉണ്ടാവും, കാരണം എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന സ്ട്രെയിൻ, ദാറ്റ് മീൻസ് സിഗ്മ എക്സ് ബൈ ഇ. ഇനി ബാക്കി രണ്ട് ഡയറക്ഷനിലും ഓരോ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഓരോ സ്ട്രെസ് ഉണ്ട്, ഒരു ഫോഴ്സ് കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരു ലാറ്ററൽ സ്ട്രെയിൻ എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവും. കാരണം വൈ ഇവിടെ അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും ഇങ്ങനെ ടെൻഷൻ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും എക്സ് ഡയറക്ഷനിലുള്ള എലിമെന്റ് എന്തായാലും അതൊന്ന് കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവും. സോ വൈ ഡയറക്ഷനിലുള്ള ഒരു ഫോഴ്സ് കൊണ്ട് ലാറ്ററലായിട്ട് നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലും എല്ലാം നെഗറ്റീവ് ടേംസ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ദ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ, ടോട്ടൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ടോട്ടൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ. ഓക്കെ, ഇത് മൂന്നും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇവിടെ. ഇത് നമുക്കൊരു മെട്രിക്സ് ഫോമിലേക്ക് ആക്കാം. ദാറ്റ് മീൻസ് സ്ട്രെയിൻ മെട്രിക്സ് ഈക്വൽ ടു സ്ട്രെയിൻ മെട്രിക്സ്, ഇവിടെ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ് സ്ട്രെസ് ടേമുകളൊക്കെ കോമൺ ആയിട്ടുണ്ട്. സോ അതൊരു കോളം മെട്രിക്സ് ആക്കി എഴുതി. ബാക്കി വരുന്ന വാല്യൂ 1 ബൈ ഇ കോമൺ, 1 മൈനസ് മ്യൂ മൈനസ് മ്യൂ. ഇവിടെയാണെങ്കിൽ മൈനസ് മ്യൂ 1 മൈനസ് മ്യൂ, ഇത് മൈനസ് മ്യൂ മൈനസ് മ്യൂ 1. ഓക്കെ, ഇങ്ങനെ ഒരു ടേമിലാക്കിയിട്ട് കിട്ടും. റൈറ്റ്, ഇനി നമുക്ക് വേണ്ടത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സ്ട്രെസ് ഈക്വൽ ടു സംവാട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് അറിയണമെങ്കിൽ സ്ട്രെസ്സിനെ എവിടെ വെക്കുക, ഈ ഒരു മെട്രിക്സിൻ്റെ അടുത്ത് നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് സ്ട്രെസ് മെട്രിക്സ് ഈക്വൽ ടു ദിസ് ടേം ഇൻവേഴ്സ് ഇൻറ്റു സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം. ഇൻവേഴ്സ് എന്ന് പറയുന്നത് adjoint of matrix divided by determinant of matrix. നമ്മൾ ആദ്യം ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 മൈനസ് 3 മ്യൂ സ്ക്വയർ മൈനസ് 2 മ്യൂ ക്യൂബ്. സ്ട്രെസ് മെട്രിക്സ് ഈക്വൽ ടു സംവാട്ട് കോൺസ്റ്റന്റ്, ദാറ്റ് മീൻസ് അവർ ഡി മെട്രിക്സ് ഇൻറ്റു അവർ സ്ട്രെയിൻ മെട്രിക്സ്. ഓക്കെ, ഈ ഒരു ഡി മെട്രിക്സിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് 1 പ്ലസ് മ്യൂ കോമൺ ആക്കി എടുത്തു. ഇവിടെ കാണാം 1 പ്ലസ് മ്യൂ കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ ബാക്കി വരുന്ന ടേം ഇവിടെ കാണാം. ഇനി നമ്മൾ ആ കോൺസ്റ്റന്റ് ടേമിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ 1 മൈനസ് 3 മ്യൂ സ്ക്വയർ മൈനസ് 2 മ്യൂ ക്യൂബിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ആക്കി മാറ്റി. കാരണം അപ്പോൾ നമുക്ക് 1 പ്ലസ് മ്യൂവും 1 പ്ലസ് മ്യൂവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ടേം എന്ന് പറയുന്നത് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ 1 മൈനസ് 2 മ്യൂ ഇൻറ്റു ദിസ് ടേം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നോർമൽ സ്ട്രെസ് ഈക്വൽ ടു സംവാട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു നോർമൽ സ്ട്രെയിൻ. നമുക്കിവിടെ നോർമൽ സ്ട്രെസ് മാത്രം പോരാ, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും കൂടെ വേണം. സോ നമ്മൾ ആദ്യം ഷിയർ സ്ട്രെസ് കൊണ്ടുവന്നു. നമുക്കറിയാം ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിജിഡിറ്റി. അവിടെ നമുക്ക് ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അവിടെ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റിയും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട്.
modulus of rigidity equal to Young's modulus divided by 2 into 1 plus Poisson's ratio. Okay, G into E relation ആണിത്. ഇനി നമുക്ക് ഓരോ ഡയറക്ഷനിലുള്ള ഷിയർ സ്ട്രെസ് എടുക്കാം. ടോ എക്സ് വൈ, എക്സ് ഡയറക്ഷനിലുള്ള നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ എക്സ് എന്ന് വിളിക്കും. എക്സ് വൈ ഡയറക്ഷനിലുള്ള ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ എക്സ് വൈ എന്ന് വിളിക്കും. ഓക്കെ, എല്ലാ സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എം എസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ്, ടോ എക്സ് വൈ, ടോ എക്സ് സെഡ്, ടോ വൈ സെഡ് ആൻഡ് ടോ എക്സിറ്റ്. ഇങ്ങനെ 6 ടേംസ് ആയിരുന്നു സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്, നോർമൽ സ്ട്രെസ്സസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. Okay, so tau xy in terms of G നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഗാമ എക്സ് വൈ, ഷിയർ സ്ട്രെയിൻ ഓഫ് എക്സ് വൈ. ഓക്കെ, ദെൻ നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ലൈഡിൽ കണ്ടു നമ്മൾ ഡി മെട്രിക്സിൻ്റെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് മ്യൂ ആണ്. സോ നമുക്ക് പുതിയ കിട്ടിയേക്കുന്ന മെട്രിക്സിൻ്റെയും കോൺസ്റ്റന്റ് ടേം 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ കൂടെ കിട്ടാൻ വേണ്ടി ഈ ടേമിൻ്റെ കൂടെ നമ്മളൊരു 1 മൈനസ് 2 മ്യൂ താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ഇവിടെയും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 മൈനസ് 2 മ്യൂ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി മെട്രിക്സിൽ ഓൾറെഡി നോർമൽ സ്ട്രെസ്സിൽ ഉണ്ടായേക്കുന്ന സെയിം ടേം തന്നെ ഇവിടെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഇൻ എക്സ് വൈ ഡയറക്ഷൻ, വൈ സെഡ് ഡയറക്ഷൻ, ദെൻ എക്സ് സെഡ് ഡയറക്ഷൻ. 3 ഡയറക്ഷനിലുള്ള ഇക്വേഷൻസും കൂടെ കൊണ്ടുവന്നു. സോ നമുക്ക് തൊട്ട് മുമ്പിൽ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെറ്റിൻ്റെ മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് ടോ എക്സ് വൈ, ടോ വൈ സെഡ്, ടോ എക്സിറ്റിൻ്റെ ടേംസ് കൂടെ നമുക്ക് കിട്ടി. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 6 ടേംസും കൂടെ ഒരുമിച്ച് അസംബിൾ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ സ്ട്രെസ് മെട്രിക്സ് ഉണ്ടാക്കാം. ദാറ്റ് മീൻസ് 3 നോർമൽ സ്ട്രെസ്, then 3 shear stress. So stress matrix equal to somewhat constant into strain matrix. അതിൽ തന്നെ 3 നോർമൽ സ്ട്രെയിൻ, ദെൻ 3 ഷിയർ സ്ട്രെയിൻ കൂടെ വന്നു. ഓക്കെ, അസംബിൾ ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും കോമൺ ടേം ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ 1 മൈനസ് 2 മ്യൂ ആണ്. ആദ്യത്തെ 3 ടേം നോർമൽ സ്ട്രെസ് ആണ്. സോ നോർമൽ സ്ട്രെസ്സിൻ്റെ മെട്രിക്സ് നമ്മൾ കണ്ടു, ഇതായിരുന്നു ആ മെട്രിക്സ്. 1 മൈനസ് മ്യൂ മ്യൂ മ്യൂ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ കാണാം, ഇതായിരിക്കും നമ്മുടെ നോർമൽ സ്ട്രെസ്സിൻ്റെ മെട്രിക്സ്. ഓക്കെ, ദെൻ അടുത്ത തേർഡ് ടേംസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിൻ്റെതാണ്. ഷിയർ സ്ട്രെസ്സിൻ്റെ ടേം ഓൾറെഡി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, 1 മൈനസ് 2 മ്യൂ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആ ഒരു മെട്രിക്സ് ആയിരിക്കും ഈ കാണുന്നത് ഷിയർ സ്ട്രെസ്സിൻ്റെ മെട്രിക്സ്. ഓക്കെ, ബാക്കി ടേംസ് ഒക്കെ 0 ഇട്ടത് നോർമൽ സ്ട്രെസ്സിൽ, പിന്നീട് ടോ എക്സ് വൈ, ടോ സെഡ്, വൈ സെഡ് വരാതിരിക്കാൻ വേണ്ടി ബാക്കിയെല്ലാം 0 ഇട്ടു. ഓക്കെ, സോ അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് സിഗ്മ മെട്രിക്സ് ആയിരിക്കും. ഇത് നമ്മുടെ ആപ്സിലോൺ മെട്രിക്സ്, സ്ട്രെയിൻ മെട്രിക്സ് ആയിരിക്കും. സോ റിലേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ് വിച്ച് ഈസ് ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുന്ന് ഡി മെട്രിക്സ് എന്താണെന്ന് എഴുതാം. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതെല്ലാം നമുക്ക് ഒരു 3 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. നമുക്കിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്. സോ 3D കൺവേർട്ട് ചെയ്ത് 2Dയിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ Z ഡയറക്ഷൻ, എക്സ് ആൻഡ് വൈ ആണ് നമ്മൾ എടുക്കുന്ന പ്ലെയിനെങ്കിൽ Z ഡയറക്ഷൻ ടേംസ് നമ്മൾ ഒഴിവാക്കണം. നമുക്കിവിടെ 2 കേസുകളാണ് പഠിക്കാനുള്ളത്, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനും പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനും. പ്ലെയിൻ എന്ന് പറയുന്നത് 2D പ്രോബ്ലം ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് Z ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ 0 ആയിരിക്കും, 2D സ്ട്രെയിൻ ഓൺലി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Z ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എപ്സിലോൺ Z ഉണ്ടാവില്ല. സോ ഷിയർ സ്ട്രെസ് അലോങ് Z ഡയറക്ഷൻ, YZ ഡയറക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ഷിയർ സ്ട്രെസ് അലോങ് ZX ഡയറക്ഷൻ ഉണ്ടാവില്ല. Z ടേംസ് ഒക്കെ 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 5th മൊഡ്യൂളിൽ കണ്ടിരുന്നു, നമ്മുടെ ഈ ഒരു കോളം മെട്രിക്സിലുള്ള തേർഡ് ടേം 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറഞ്ഞ മെട്രിക്സിലുള്ള തേർഡ് റോ ആൻഡ് കോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് തേർഡ് റോ, അതുപോലെ തേർഡ് കോളം. സെയിം 5th ടേമും 0 ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 5th കോളം കട്ട് ചെയ്യാം, അതുപോലെ 5th റോ കട്ട് ചെയ്യാം. സെയിം
സിക്സ്ത് ടേമും 0 ആണ്. അതുകൊണ്ട് നമുക്ക് സിക്സ്ത് കോളം ആൻഡ് സിക്സ്ത് റോ കട്ട് ചെയ്യാം. ഇത്രയും ടേംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് z ഡയറക്ഷനിലെ ടേംസും 0 ആയിട്ട് വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, സോ ഇവിടെ ഒന്നും ടേംസും ഉണ്ടാവില്ല. ബാക്കി വന്നിരിക്കുന്ന ടേംസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് സ്ട്രെസ് മെട്രിക്സിൽ ബാക്കി സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ ഈക്വൽ ടു ഇ ഇൻറ്റു 1 പ്ലസ് മ്യൂ 1 മൈനസ് 2 മ്യൂ. ഇവിടെ ബാക്കിയുള്ളത് 1 മൈനസ് മ്യൂ, മ്യൂ 0, മ്യൂ 1 മൈനസ് മ്യൂ 0, 0, 0, 1 മൈനസ് 2 മ്യൂ ബൈ 2. ദെൻ സ്ട്രെയിൻ മെട്രിക്സിൽ എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ ആൻഡ് ഗാമ എക്സ് വൈ. ഇതായിരിക്കും നമുക്ക് ബാക്കി കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഒരു 3/1 മെട്രിക്സ്, ഇവിടെ ഒരു 3/3 മെട്രിക്സ്, ഇവിടെ ഒരു 3/1 മെട്രിക്സ്. ഓക്കെ, സോ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ്റെ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്ലെയിൻ സ്ട്രെയിൻ മെട്രിക്സ് സിഗ്മ ഈക്വൽ ടു ഡി ഇൻറ്റു എപ്സിലോൺ. ഇനി പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സെയിം ടൈപ്പിൽ തന്നെ നമുക്ക് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനും കൂടെ ഡിഫൈൻ ചെയ്യാം. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ചെയ്യണമെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷൻ ഈസ് 0. അപ്പോൾ സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സിഗ്മ സെഡ് 0 ആയിരിക്കും, അതുപോലെ ടോ വൈ സെഡ് 0 ആയിരിക്കും, ടോ സെഡ് എക്സ് 0 ആയിരിക്കും. സോ നമുക്ക് തൊട്ട് മുന്നേ ചെയ്ത പോലെ കോളംസ് ആൻഡ് റോ കട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ് മെട്രിക്സ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണമായിരുന്നു, സ്ട്രെയിൻ മെട്രിക്സ് ഇങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. ദാറ്റ് മീൻസ് സ്ട്രെയിൻ മെട്രിക്സ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് ഇൻറ്റു സ്ട്രെസ് എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ആ കോളംസ് വാല്യൂസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ സ്ട്രെസ് ഇക്വേഷൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ മെട്രിക്സ് കിട്ടും. അങ്ങനെ കിട്ടുന്ന ടേമാണ് ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ മെട്രിക്സ്. പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ സിഗ്മ മെട്രിക്സ് ഈക്വൽ ടു ഡി മെട്രിക്സ് ഇൻറ്റു സ്ട്രെയിൻ എപ്സിലോൺ. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ്, ദാറ്റ് മീൻസ് പ്ലസ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷനാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഫോർമുലാസ് ആവശ്യം. അപ്പോൾ എപ്പോഴും ഈ രണ്ട് ഫോർമുലാസ് നമുക്ക് ഡിറൈവ് ചെയ്യാതെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രോബ്ലംസിന് എപ്പോഴും പ്ലെയിൻ സ്ട്രെസ് ആണോ പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മാക്സിമം സ്ട്രെസ്സസ് കാണാൻ പറ്റും. മാക്സിമം നോർമൽ സ്ട്രെസ് ആൻഡ് മാക്സിമം ആൻഡ് മിനിമം നോർമൽ സ്ട്രെസ്, സിഗ്മ മാക്സ് ആൻഡ് സിഗ്മ മിനിമം കാണാൻ പറ്റും.